സൗന്ദര്യ സങ്കല്പമുള്ള ഒരാളുകളും ഇന്ന് മനുഷ്യരായിട്ട് ജനിച്ചിട്ടില്ല. കാരണം ശാസ്ത്രം ഉണ്ടായത് ഏത് കാലഘട്ടത്തിലാണ്? അത് ആരോ ഭരതമുനി എന്ന് പറയുന്ന ആരോ എഴുതി വെച്ചിട്ടുള്ള, അവർ പറയുന്നത് ദേവലോകത്തെ ദേവഗണങ്ങളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് സൗന്ദര്യത്തെ അവർ വർണ്ണിച്ചിരിക്കുന്നത്. അതൊരു മനുഷ്യനിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അത്തരം സങ്കല്പങ്ങൾ മനുഷ്യനിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള നർത്തകിമാർ ആരും തന്നെ ഇവിടെ നൃത്തരംഗത്ത് ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു കറുപ്പിനോടുള്ള ഒരു സാധനത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ജാതിപരമായ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതിന്റെ നമുക്കറിയാവുന്ന ഭാഷയിൽ ഇപ്പൊ കറുത്തവൻ അല്ലെങ്കിൽ പറയുമ്പോൾ നമുക്ക് അറിയാം ഇതിലൊരു ജാതി ഉണ്ടെന്നുള്ള കാര്യം വളരെ കൃത്യതയാണ്. കാരണം ഇതൊരു ആസൂത്രിതമായി പറയുകയാണ് അവർ. കാരണം ജാതി പറയാതെ പറയണം, ആക്ഷേപിക്കണം. ജാതി പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന് വിധേയമാകേണ്ടി വരും എന്നുള്ള നല്ല പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് വളരെ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. കാക്കയെ പോലെ കറുത്തവനെന്നും അല്ലെങ്കിൽ എൻ്റെ പേര് പറയാതെ വെളുത്തിട്ടുള്ള ആണുങ്ങൾക്ക് വേണമെങ്കിൽ നൃത്തം ചെയ്യാം, കറുത്തവരാരും നൃത്തം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എന്നെ മാത്രമല്ല, കറുത്തവരായിട്ടുള്ള സ്ത്രീ പുരുഷ ജനങ്ങളെ മുഴുവനും ആക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ കഴിവൊന്ന് ടാലന്റ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കൾ ആരെങ്കിലും കറുത്തവരാണ് വെളുത്തവരാണെന്ന രീതിയിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തികളുടെ നൃത്ത ക്ലാസ്സിൽ കറുത്തവരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവും. അത് വളരെ എന്താ പറയാ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും കൃത്യമായിട്ട് ജാതി പറയാതെ ജാതിയെ പറയണം. കാരണം കറുത്തവൻ എന്ന് പറഞ്ഞാൽ അവർണനാണ്, വെളുത്തവൻ എന്ന് പറഞ്ഞാൽ സവർണൻ എന്ന രണ്ടു വിഭാഗം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ കൃത്യമായിട്ടും ജാതി തന്നെയാണ് ഈ കറുത്തത് എന്ന് പറഞ്ഞതോടെ അവർ ഉദ്ദേശിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലത്ത് സവർണർ മാത്രം ചെയ്തിരുന്ന പല കലാരൂപങ്ങളും ഉണ്ട്. അത് പിന്നീട് ഇപ്പോൾ ഈ അവർണരൊക്കെ ചെയ്യുന്നത് അതിലൊരു വിഷമോ അല്ലെങ്കിൽ അതിലൊരു പ്രതിഷേധമോ ഒക്കെ ആയിരിക്കുമോ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം നമ്മളെ പോലുള്ള ആളുകൾ ഇപ്പം ഞാനൊരു കാര്യം എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ നമ്മൾ ഇത്രയും വിദ്യാഭ്യാസമ്പന്ന അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ വിദ്യ നേടിയിട്ട് നമുക്കിപ്പോഴും ഇവിടെ ഒരു ഇടം കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുന്നത്. അത് പല പ്രമുഖ നൃത്തോത്സവങ്ങളിലൊന്നും നമ്മളെ ഉൾപ്പെടുത്താൻ തന്നെ ആർക്കും കഴിയുന്നില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ എന്താ പറയുക, ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സവർണൻ അല്ലെങ്കിൽ ഉന്നത കുലജാതരായിട്ടുള്ള പല ആളുകൾക്കും അവർക്ക് ഇത്രയും വിദ്യാഭ്യാസം ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇത്ര ജ്ഞാനമൊന്നും ഇല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു ടീച്ചറിന്റെ കീഴിൽ പഠിച്ചാൽ അവർക്ക് വലിയ വലിയ വേദികൾ കിട്ടും എന്നുള്ളൊരു ഒരവസ്ഥ അവിടെ നിലവിലുണ്ട്. ഈ ഒരിക്കലും ഒരു നൃത്തരൂപത്തിനും എന്താ പറയുക ഇത്തരത്തിലുള്ള ലിംഗവിവേചനങ്ങളോ അല്ലെങ്കിൽ ഇവർ പറയുന്ന സൗന്ദര്യ മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ ഇല്ല. നാട്യശാസ്ത്രത്തിൽ പറയുന്ന സൗന്ദര്യ സങ്കല്പമുള്ള ആളുകൾ ഒരു മോഹിനി സങ്കല്പം എന്ന് പറയുന്ന രൂപത്തിലുള്ള ആരും തന്നെ നമ്മളുടെ എന്താ പറയുക മനുഷ്യ ജന്മം കൊണ്ടിട്ടുള്ള സംശയമാണ്. കാരണം അത്രയും സൗന്ദര്യമുള്ള ഒരാളും അതിലില്ല. പിന്നെ മോഹിനിയാട്ടം ചെയ്യാനായിട്ട് ഇത്രയും സൗന്ദര്യം വേണമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ വേണമെന്നൊന്നും ആരും പറയുന്നില്ല. നമുക്ക് നമ്മുടെ നൃത്തത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എന്തിനു പറയണു, ഈ പറയുന്ന വ്യക്തിക്ക് തന്നെ ഈ പറയുന്ന ഗുണഗണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട അത്യാവശ്യമാണ്. നമ്മുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇവിടെ കറുത്തവരും വെളുത്തവരും സൗന്ദര്യമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നർത്തകർ ഈ ഇതിനകം പേരെടുക്കുകയും രംഗവേദിയിൽ നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. ഇത്തരത്തിലുള്ള യാതൊരു സൗന്ദര്യ സങ്കല്പങ്ങളും അവരൊക്കെ അനുസരിച്ച് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരമില്ല. കാരണം അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ നാട്യശാസ്ത്രത്തിലെ നൃത്തോത്സവ വേദികളിൽ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു മാനദണ്ഡമല്ല പറയുന്നത്, നൃത്തത്തിന്റെ സൗന്ദര്യങ്ങളാണ് അവർ പറയുന്നത്. അതല്ലാതെ എന്താ പറയുക, നമ്മളൊരിക്കലും നമുക്കറിയാം ഒരു മേക്കപ്പ് ഇട്ട് വന്നാലും അത് കറുത്ത കുട്ടിയാണോ വെളുത്ത കുട്ടിയാണോ നമുക്ക് കാഴ്ചയിൽ അറിയാൻ പറ്റും. പക്ഷെ അവളുടെ ഇൻബോൺ ആയിട്ടുള്ള ടാലന്റും ആ പർട്ടിക്കുലർ ആയിട്ടുള്ള നൃത്തം അവതരിപ്പിക്കുമ്പോഴുള്ള പെർഫെക്ഷനുമാണ് നമ്മൾ ഒരു മികച്ച നർത്തകീനെ അവിടെ തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ അവൾ കറുത്തതായതുകൊണ്ട് അവൾക്ക് സെക്കൻഡ് കൊടുക്കാം തേർഡ് കൊടുക്കാം എന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താറില്ല. അവിടെ നൃത്തവുമായി ബന്ധപ്പെട്ടുള്ള ചില സാങ്കേതിക വശങ്ങളിലെ കാര്യങ്ങൾക്കാണ് അവിടെ കോസ്റ്റ്യൂംസിന് ഇത്ര മാർക്ക്, മേക്കപ്പിന് ഇത്ര മാർക്ക്, അല്ലെങ്കിൽ അടവുകൾക്ക് ഇത്ര മാർക്ക്, ചൂടുകൾക്ക് ഇത്ര മാർക്ക്, അഭിനയത്തിന് ഇത്ര മാർക്ക്. അത് അവളുടെ ടാലന്റിനെയാണ് പറയുന്നത്. അത് അവളുടെ എന്താ പറയുക ജന്മസിദ്ധമായ ഒരു സൗന്ദര്യത്തെ അല്ല അവിടെ അളക്കുന്നത്. ഈ പിന്നെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും എനിക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് SC/ST കമ്മീഷൻ മുതലായ പല നിയമ വ്യവസ്ഥയ്ക്ക് മുമ്പിലും പരാതികൾ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ വളരെ ഈ ഒരു ചർച്ചകളിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം യൂട്യൂബ് ചാനലിൽ മറ്റൊരു വിഷയവുമായി സംസാരിച്ചതിനെ തുടർന്ന്
ഒരു അകാരണമായി തന്നെ അല്ലെങ്കിൽ ഒരു പ്രകോപനമില്ലാതെ തന്നെ ഇവര് എൻ്റെ പേര് പറയുകയും എൻ്റെ പേര് പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചാലക്കുടിക്കാരനായിട്ടുള്ള മോഹിനിയാട്ടക്കാരൻ പിന്നെ സംഗീതനാട അക്കാദമിയിൽ പിന്നെ KPS ലളിതയുമായി വാഗ്വാദം നടത്തിയിട്ടുള്ള മോഹിനിയാട്ടക്കാരൻ. നമുക്ക് വളരെ വ്യക്തമാണ്, നമ്മളെ ഐഡന്റിഫിക്കേഷൻ വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞു എനിക്കെതിരെ കേസ് കൊടുത്ത കാര്യം പറഞ്ഞത് ഇവരാണല്ലോ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. ഈ താങ്കൾ ഈ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ആളാണല്ലോ, അപ്പം ഈ മോഹിനിയാട്ടത്തിൽ ഇങ്ങനെ ഒരു നേരിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അവഗണനകൾ വളരെ പ്രകടമായി നിലനിൽക്കുന്നു എന്നാണോ പറയുന്നത് ഇപ്പോഴും? നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായല്ലോ. കാരണം ഒരു നൃത്താധ്യാപക തന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ പറയുമ്പോഴും പരോക്ഷമായിട്ട് തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സാംസ്കാരിക രംഗങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായി നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ സംഗീത അക്കാദമി വിഷയത്തിലായാലും നമുക്ക് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഭാഗത്തേക്ക് ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. അപ്പോ സമൂഹത്തിന്റെ പലയിടങ്ങളിലും ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നൃത്തരംഗത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ താങ്കൾക്ക് ഇപ്പൊ അടുത്ത നമ്മൾ ഇപ്പോഴും മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ പല നൃത്തോത്സവങ്ങളും അല്ലെങ്കിൽ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും സെമിനാറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളോ ഒക്കെ വരുമ്പോൾ ഇപ്പോൾ നിലവിൽ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും നമ്മളെ അതിലേക്കൊന്നും പരിഗണിക്കാറില്ല. ഇനി വിവേചനങ്ങളുടെ കഥ പറയുമ്പോഴും അത്തരത്തിലുള്ള ഇപ്പം നമ്മളിത് അനുഭവിച്ച വ്യക്തികളെ പോലും ഈ രംഗത്തേക്ക് കൊണ്ടുവരാതെ ഇതിന്റെ ഉന്നതമായ രീതിയിൽ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ തന്നെയാണ് ഇപ്പോഴും ഈ രംഗത്തുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോഴും നമ്മളവിടെ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സർക്കാർ